സംഘടനയുടെ 6ാമത് സംസ്ഥാന സമ്മേളനം പശ്ചിമ ബംഗാളിലെ
ചടങ്ങുകളിലെ ബാബുരാജ് പി സാറിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും പേഴ്സും അനൗൺസ്മെൻറ്റ് പോയിന്റിൽ ആങ്കറുടെ കയ്യിലുള്ള ബാബുരാജ് സാർ എത്തിച്ചേരുകയാണെങ്കിൽ അത് കൈപ്പറ്റാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. ദുബായിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മീറ്റിൽ 100 മീറ്റർ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ, 50 മീറ്റർ ബാക്ക് ഷോട്ട് സ്വർണ്ണം കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി നാഷണൽ വിന്നർ ഇന്ത്യൻ ദേശീയ പതാക പറപ്പിച്ച നാഷണൽ മീറ്റ് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ gold medal, 400 meter relay silver medal. Sri Chandrababu retired SI Thiruvananthapuram. National meet triple jump silver medal, 100 meter, 200 വെങ്കല മെഡൽ നേടിയ ശ്രീ കെ ബാബു retired SI കൊല്ലം സിറ്റി. National meet 80 meter hurdles, discus throw silver medal, 2000 meter steeplechase വെങ്കല മെഡൽ ജേതാവ് ശ്രീമതി ചന്ദ്രിക രാജൻ റിട്ടയർഡ് CI കൊച്ചി സിറ്റി. നാഷണൽ മീറ്റ് ട്രിപ്പിൾ ജംപ് സ്വർണ്ണ ജേതാവ് കനകരാജസുന്ദരം ലൈറ്റ് ഓഫ് രാജസുന്ദരം കൊച്ചി സിറ്റി. നാഷണൽ മീറ്റ് വോളിബോൾ സ്വർണം 2024 സിൽവർ മെഡൽ ശ്രീ ജോസഫ് റിട്ടയർഡ് എസായി ഇടുക്കി. നാഷണൽ മീറ്റ് വെയ്റ്റ് ലിഫ്റ്റ് സ്വർണം ശ്രീ മോഹനകുമാർ റിട്ടയർഡ് എസായി തൃശൂർ. നാഷണൽ പവർ ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വിന്നർ ശ്രീ ചന്ദ്രബാബു റിട്ടയർഡ് എസായി പാലക്കാട്. നാഷണൽ മീറ്റ് ഡിസ്കസ് ത്രോ സ്വർണ്ണ മെഡൽ, ഹാമർ ത്രോ സിൽവർ മെഡൽ ശ്രീ രാധാകൃഷ്ണൻ റിട്ടയർഡ് എസായി കണ്ണൂർ. ഒരു പ്രത്യേക അറിയിപ്പ്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട VIP ആണ് ഗവർണർ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുകയാണ്. ഈ പ്രധാന പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്തൊന്ന് ഉൾഭാഗത്തേക്കോ ഇരുഭാഗങ്ങളിലേക്കോ ഒന്ന് മാറി നിൽക്കണം. ഈ ചടങ്ങിൽ അധ്യക്ഷപ്രധാനീകരിക്കുന്ന ഏറെ പ്രിയയും ആരാധ്യയുമായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തിലെ ജനമനസ്സുകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരു ഗർജിക്കുന്ന സുഖത്തെ പോലെ പടരുന്ന സ്നേഹത്തിയും സ്നേഹസമ്പന്നയുമായ നമ്മുടെ എല്ലാവരുടെയും സഹോദരി കൂടിയായ സ്നേഹതിയായ അഡ്വക്കേറ്റ് JP മേത്തർ MT രാജ്യസഭ അവരുടെ നിറഞ്ഞ സൗന്ദര്യത്തിനോട് നിലകൊള്ളുന്ന ശ്രീ ഋഷി രാജ് സിംഗ് IPS റിട്ടയർഡ് ഓഫീസറെ വേറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ട ഗവർണറോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് വേദിയിലൊക്കെ മറ്റു വിശിഷ്ട അതിഥികളും ഒപ്പം എത്തിച്ചേരും എന്നേറെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഐതിഹാസികമായ നിരവധി മഹാസമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേരളത്തിൻ്റെ പുണ്യഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗിരിജ്ഞാനത്തിലൂടെ വിരമാറി സ്ഥാപിതമായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട FCT ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൻ്റെ മനോഹരമായ പലതലങ്ങളിലേക്ക് ഏറെ പ്രിയങ്കരവും ആരാധ്യവും ആദരണീയമായ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ 6ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി അല്പസമയത്തിന്
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 6ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ പി കെ ലഘുമോദരൻ നായർ IPS അവരുടെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 6ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമുക്ക് നാഷണൽ ആദ്യം ദേശീയ ഗാനം ആലപിക്കാം. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജഗതി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥা ജയ ജയ മംഗള ഗായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ലൈറ്റിംഗ് നിലവിളക്കിൽ തിരിതെളിയിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹതയും ആരാധ്യമായ ഹോണറബിൾ ഗവർണർ ഡോക്ടർ CB ആനന്ദ് ബോസ്ജി അവരുടെ നിലവിളക്കിനരികിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം വേദി അലങ്കരിക്കുന്ന വിശിഷ്ട മഹത് വ്യക്തിത്വങ്ങളെയും നിലവിളക്കിനരികിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംസ്ഥാന സമ്മേളനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CB ആനന്ദ് ബോസ്ജി ഉദ്ഘാടനം നിർവഹിക്കുന്നു.
അസോസിയേഷന്റെ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ പി കെ ലംബോദരൻ നായർ IPS റിട്ടയർഡ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൻ്റെ KSPPW കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ അതിനുവേണ്ടി പ്രൗഢഗംഭീരമായ ഈ ഹാളും ഒരുക്കിയിരിക്കുന്നതിന് സംഘാടക സമിതിയുടെ ബഹുമാനപ്പെട്ട ചെയർമാനും തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനുമായ ശ്രീ KM ആൻ്റണി IPS റിട്ടയർഡ്, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ആദ്യമായി ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2011 ജാതിമത ഭേദമന്യേ രാഷ്ട്രീയത്തിനതീതമായി രൂപീകൃതമായ ഈ സംഘടന ഇന്ന് 13 കൊല്ലം പിന്നിടുകയാണ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ച എൻ്റെ മുൻഗാമികളെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം നിന്ന് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി മതവിഭേദമന്യേ സഹകരിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന ആത്മീയരായ സഹപ്രവർത്തകരോടുള്ള വിനീതമായ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത് ആദരണീയനായ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ C.V. ആനന്ദബോസ്. അദ്ദേഹത്തെ മലയാളികളായ ആർക്കും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം സംസ്ഥാന സർവീസിൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ആളാണ്. പ്രഗത്ഭനായ ഭരണാധികാരി, ഉജ്ജ്വല വാഗ്മി, ഗ്രന്ഥകാരൻ, മാനേജ്മെന്റ് ഗുരു എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആനന്ദബോസിനെ വിശേഷിപ്പിച്ചത് ദ മാൻ ഓഫ് ഐഡിയാസ് എന്നാണ്. അതുപോലെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇൻസ്പയർഡ് സിവിൽ സർവന്റ് എന്നാണ്. കൂടാതെ കേരള സർക്കാർ നൽകിയ കീർത്തിപത്രത്തിൽ അദ്ദേഹത്തെ ആശയങ്ങളുടെ തമ്പുരാനെന്നും പ്രകീർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, വിവിധ വകുപ്പുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, കൊല്ലം ജില്ലാ കളക്ടർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ആനന്ദബോസ് സുസ്ഥിരമായ സേവനമനുഷ്ഠിച്ചു. ഭവന നിർമ്മാണ രംഗത്ത് ഡോക്ടർ ബോസ് നൽകിയ സംഭാവനകളെ ആനന്ദബോസ് മോഡൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ മോഡലിനെ ലോകോത്തരമായി 4 പ്രാവശ്യം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണരംഗത്ത് നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ ബോസ് രാജ്യത്ത് 32 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. നിർമ്മിതി കേന്ദ്രം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ദളിത് വിഭാഗങ്ങൾ നടത്തുന്ന പ്രിയദർശിനി മോട്ടോർ സർവീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, ആസ്റ്റർ ടെലിവിഷൻ സ്റ്റുഡിയോ തുടങ്ങിയവയാണ് ഇതിൽ ചിലത് മാത്രമാണ്. വയലിൽ നിന്നും വയലിലേക്കും, ഗ്രാമോത്സവം തുടങ്ങിയ ജനപ്രിയ പ്രസ്ഥാനങ്ങൾക്കും ശ്രീ ആനന്ദബോസിന്റെ ഉത്സാഹത്തിൽ ആരംഭിച്ച സംരംഭങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി, വൈസ് ചാൻസലർ, മുൻ ഹാബിറ്റാറ്റ് ഭരണസമിതി അംഗം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം തിട്ടപ്പെടുത്താൻ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച് മികച്ച എഴുത്തുകാരനും കോളമിസ്റ്റുമായ ഡോക്ടർ ബോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമായി 50 പുസ്തകങ്ങൾ ഉൾപ്പെടെ 150ഓളം പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നോവൽ, ചെറുകഥ, കവിത, ലേഖനങ്ങൾ തുടങ്ങി സാഹിത്യ ശാഖകളിൽ രചിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏറെ പ്രശംസ നേടിയവയാണ്. ഇവയിൽ 4 പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലേഴ്സായി ദേശീയവും അന്തർദേശീയവുമായ 6 സാഹിത്യ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു ഫെലോഷിപ്പ്, ഫ്രാൻസിസ് ഫ്യൂഷൻ എനർജി സ്ഥാപനമായ ITER എന്നീ വിഖ്യാത ഗവേഷണ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കാളയിൽ വിഖ്യാതിയായിരിക്കുന്ന കാലത്ത് തന്നെ 15 സ്വർണ്ണ മെഡലുകളും കേരള സർവകലാശാലയിൽ നിന്ന് 3 തവണ ബെസ്റ്റ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിനായി ജീവിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി നിങ്ങളോടൊപ്പം ഞാൻ കരുതുന്നു. കൂടാതെ നമ്മളുടെ റിട്ടയർ ചെയ്ത സംഘടന നടത്തുന്ന സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി നമ്മൾ പല റിട്ടയർ ചെയ്തവരുടെയും മാത്രം സംഭാവനകൾ സ്വീകരിച്ചതിൽ പലർക്കും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും പല സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ആ വിവരം അറിഞ്ഞിട്ട് തന്നെ അദ്ദേഹവും നമ്മുടെ പഠന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് തെളിവ് തെളിയിച്ചവരും അതേസമയം സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരുമായ 10 കുട്ടികൾക്ക് അദ്ദേഹം സ്വന്തമായി ഇന്ന് 10,000 രൂപ വീതമുള്ള 10 അവാർഡുകൾ അദ്ദേഹത്തോട് നമ്മുടെ സംഘടനയും നമ്മളും പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ആരോഗ്യ താമസിക്കുന്നത് എല്ലാവർക്കും അവരുടെ കുടുംബവും അവരുടെ എല്ലാവിധ തരത്തിലും അറിയാവുന്ന വിശേഷിച്ച് നമ്മളെ പോലീസുകാർ അവരെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഊർജ്ജസ്വലയായ യുവ രാഷ്ട്രീയ നേതാവ്, MP, അഭിഭാഷക, കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുൻ സെക്രട്ടറി, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറി, ആലുവ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ, കൗൺസിലർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ രംഗങ്ങളിൽ നേതൃത്വ പാഠവും തെളിയിച്ചിട്ടുള്ള ആ സമർത്ഥിയായ യുവസാരഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MP. വളരെ അവരുടെ MP-യോട് പ്രത്യേകിച്ചൊരു കടപ്പാടുകൂടെ നമുക്കുണ്ട്. കാരണം ഇന്ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന MP-മാർക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. അടിയന്തരമായി നമുക്ക് MP-യെ വേണ്ടിയിരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട MP-യെ സമീപിച്ചപ്പോൾ യാതൊരു വിധമായ തടസ്സവുമില്ലാതെ സമ്മതിച്ചു. എങ്കിലും പോകാനുള്ള തിരക്കുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചതിന് നിങ്ങളുടെ പേരിലും എന്റെ പേരിൽ ഞാൻ ഈ MP-യെ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടത്തുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട റിട്ടയർഡ് DGP ശ്രീ കൃഷ്ണരാജ് സിംഗ് സാറാണ്. അദ്ദേഹത്തെ എനിക്ക് നിങ്ങളോട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ ജനസമ്മതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വളരെ കർമ്മനിരതനാണ്. യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാത്ത മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ഒറ്റ മുദ്രാവാക്യം മുടക്കി ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ഇപ്പോഴും അതിനേക്കാൾ തിരക്കുള്ള സിവിൽ സർവീസ് ട്രെയിനിങ്, മോട്ടിവേഷൻ ക്ലാസ്സസുമായിട്ട് കേരളത്തിൽ ഉടനീളം ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കൂടാതെ തന്നെ പോലീസുകാരുടെ ആരുടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അതിലൊരു നിവർത്തി മാർഗം ഉണ്ടാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന വ്യക്തിയുമാണ്. എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ആദരണീയനായ കർമ്മനിരതനായ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ കല്ലരെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഈ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാന്യരായ ദൃശ്യമാധ്യമ പ്രവർത്തകർ,
ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പോലീസ് സേനാംഗങ്ങൾ എന്നിവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ യോഗം പ്രവർത്തനമാക്കി തീർക്കുവാൻ പ്രായവും ആരോഗ്യവും ദൂരവും പ്രതികൂല കാലാവസ്ഥകളെയും അവഗണിച്ച് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയങ്കരായ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പോലീസ് കമ്മീഷണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ കരുത്തുറ്റ സാരഥികളായ സഹോദരി സാറുമാരെ ഞാൻ എല്ലാവിധ ആദരവോടും കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഓണറബിൾ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ശ്രീ ഡോക്ടർ സി വി ആനന്ദ് ബോസ് സർ, ശ്രീ ദാമോദരൻ നായർ, അഡ്വക്കേറ്റ് ജെലി മാത്തൻ മാഡം MP രാജ്യസഭ, ശ്രീ ബാലകൃഷ്ണൻ കണ്ടര, വേദിയിലും സദസ്സിലും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരെ, നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഞാനിവിടെ പറയാൻ പോകുന്നു. ഇത്രയും വർഷം നമ്മൾ പോലീസ് ഓഫീസേഴ്സ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനും ഉണ്ടായിരുന്നു, സ്ട്രെസ്സും ഉണ്ടായിരുന്നു. ഒരു സർവേയിൽ പറയുന്നത് റിട്ടയർമെന്റിന് ശേഷം സിവിൽ ഓഫീസേഴ്സ് അതായത് നമ്മുടെ വില്ലേജ് ഓഫീസർ, RDO, തഹസിൽദാർ, സെക്രട്ടേറിയറ്റിലെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു റിട്ടയർമെന്റിന് ശേഷം പോലീസ് ഓഫീസറാണ് സിവിൽ ഓഫീസറിനേക്കാൾ വളരെ നേരത്തെ മരിക്കുന്നത്. ഇതൊരു സർവേയിൽ വന്ന കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു 30 വർഷം, ഒരു 32 വർഷം 24 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ നമുക്കൊരു വല്ലായ്മ ഉണ്ടാവും. രണ്ടാമത്തത്, നമ്മൾക്കിത് റിട്ടയർമെന്റ് ശേഷം എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ ഇനിയും ഒന്നും ചെയ്യേണ്ട. നമ്മൾക്കത് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കാം. വെറുതെ വീട്ടില് ഒരു 35 വർഷത്തിന്റെ ഒരു കഠിനമായ ജോലി ചെയ്ത ശേഷം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ കുട്ടികൾ നമ്മെ വിട്ടിട്ട് പോകുന്നു, അത് സാധാരണമാണ്. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ കുറെ കാര്യങ്ങൾ വിചാരിക്കുന്നു, അവസാനത്തിൽ നമ്മൾ മരിക്കുന്നു. ഒരു കാര്യം ഓർത്തുക, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷമെങ്കിൽ നിങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ KJ ജോസഫ്, ഇവിടെ നമ്മൾ അറിയപ്പെടുന്ന DGPമാരുടെ പേര് ഞാൻ പറഞ്ഞാണെങ്കിലും KJ ജോസഫ് സാറും ഹോർമിസ് തരകൻ സാറും അവരുടെ കീഴിൽ നാം എല്ലാം ജോലി ചെയ്യുന്നവരാണ്. അവർ ഒന്നാം തരം ഒരു കർഷകരായിട്ട് അവർ ജോലി ചെയ്യുന്നു. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടാൽ സന്തോഷം. മുഖ്യ സ്തുതിയല്ല, ഞാൻ ഇപ്പോൾ 4000 സ്കൂൾ കോളേജുകളിൽ വെറുതെ ഞാൻ കുട്ടികൾ ദിവസേന 2-3 സ്കൂളിൽ പോയി അവരെ ലഹരി വസ്തുക്കളെതിരായിട്ട് ഞാൻ സംസാരിച്ച് നടക്കുന്നു. I want to keep myself busy. 10 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പാടില്ല. നമുക്ക് ഏത് രീതിയിലായാലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒന്നുമില്ലെങ്കിൽ കൃഷി ചെയ്യണം. നമ്മുടെ ഭാര്യയുടെ കാര്യം നന്നായിട്ട് നോക്കണം. അവസാനത്തിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇടത്തുണ്ടാവുക. കുട്ടികൾ അവരുടെ വഴിയിലേക്ക് അത് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ കുട്ടികൾ
നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു സ്ഥാനത്തേക്ക് എത്തണം. അവരിപ്പോൾ എത്തിയ ശേഷം പിന്നെ ഇനിയും നമുക്ക് പറയാൻ പാടില്ല. ജീവിതം അതൊരു സ്റ്റെപ്പ് മാത്രമാണ്. നല്ലൊരു ജീവിതം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. അത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. താങ്ക് യു സർ. പ്രൗഢഗംഭീരമായ 6ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ സ്നേഹനിധിയും ആദരണീയമായ അഡ്വക്കേറ്റ് ജിഫി മേത്തർ MP രാജ്യസഭ അവരുകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. His Excellency Honorable Governor of West Bengal Dr. C.V. Anand Bose, ബഹുമാനപ്പെട്ട മുൻ DGP ശ്രീ ഋഷിരാജ് സിംഗ് IPS, കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ PK ലംബോദരൻ നായർ, ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ കല്ലറ ഉൾപ്പെടെയുള്ള കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ ഈ 6ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയിട്ടുള്ളവരാണ്. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും ജീവനും സ്വത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങളൊക്കെ രാത്രിയെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഒന്നും നോക്കാതെ തന്നെ നിങ്ങളുടെ മുഴുവൻ ജീവിതവും അതിനായി മാറ്റിവെച്ചവരാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ മാറ്റിവെച്ച ജീവിതത്തിന് തിരിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം നൽകാൻ ആവശ്യങ്ങൾ, അത് ചെറിയ തലത്തിലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഡിയർനെസ് അലവൻസ് ആണെങ്കിലും അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ, പിന്നെ മെഡിസിപ്പിൻ്റെ കാര്യത്തിലുള്ള ചില വ്യാകുലതകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ ശരിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്നാൽ കഴിയും വിധം നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടി നൽകുകയാണ്. His Excellency, it's an esteemed honor to be present in a program inaugurated by you. I am delighted at this moment, and I also extend my sincere apologies and regret my inability to sit through the whole program as the 20 MP-മാർ ഇന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇന്ന് 4 മണിക്ക് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാണ്. So I really wish I could have been here throughout, but I am sure you understand my situation. And all the members of association who are present here. Today, I stand here on behalf of His Excellency to make a very special announcement and to make this event a little bit more special. As we all know, Kerala State Police Pensioners Welfare Association, which was established on January 18, 2011, operates as a non-political entity with its headquarters in Thrissur district. The association's primary focus lies in the welfare of their members, with strong emphasis on their health and social upliftment. They have also been involved in various initiatives such as construction of houses for less fortunate, active participation in relief efforts during times of crisis like floods and the society. His Excellency the Honorable Governor of West Bengal has decided to confer on KSPPWA the Governor's Award of Excellence 2024. This award comprises of a citation, which I'll be reading it out subsequently, a trophy and an amount of rupees 50,000. Before His Excellency gives this award, I would like to read out the citation which is being bestowed upon the association. Governor's Award of Excellence. Kerala State Police Pensioners Welfare Association consists of police officers
who spent the prime time of their life to maintain law and order in the society and uphold the rule of law with a strong conviction that the best is yet to be. Now they have formed themselves into a proactive collective with the objective of all for each and each for all. Focusing on welfare activities within the fraternity, Kerala State Police Pensioners Welfare Association has proved its mettle in a variety of ways in community service. This is a forum where experience matches individual talent, both joining together to make the evening of life brighter and happier. State Police Pensioners Welfare Association, the Governor's Award of Excellence on this, the 24th day of June 2024. Signed, Dr. C.V. Anand Bose, Governor of West Bengal. Now, I'll request Shri P.K. Lambudharan Nair, IPS retired, the President of the Association, to please accept the award from His Excellency, the Honorable Governor of West Bengal. Moving on to the next award. Today in the audience, we have a proud parent sitting whose daughter had obtained first rank in MD Agatatantra. Mrs. Chandni Casey, who got first rank in MD Agatantra, is also being conferred with Governor's Award of Excellence in Ayurveda. The award comprises of a citation, a trophy, and an amount of ₹25,000. Before I invite the proud parents, I would like to read the citation of Mrs. Chandni Casey. Governor's Award of Excellence in Ayurveda. Mrs. Chandni Casey has been a dedicated student of Ayurveda and by virtue of her pursuit of excellence has received the first rank in MD Agadatantra. ഇവിടെ എത്തിച്ചേർന്ന് സാംസ്കാരിക തലസ്ഥാനഗിരിയായ തൃശ്ശൂർ പേരൂരിൻ്റെ മണ്ണിൽ എത്തിച്ചേർന്ന് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നിലവിളക്കിൽ തിരിതെളിയിച്ച് ബഹുമാനപ്പെട്ട ഗവർണറെ ആദരിക്കുകയാണ്. ഇപ്പോൾ വേദിയിൽ വെച്ച് ഏറെ സ്നേഹത്തോടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹപൂർവ്വം ആരാധ്യനായ ഡോക്ടർ C.V. ആനന്ദ് ബോസ് ജി അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ആദരവ് നൽകുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സ്നേഹനിധിയായ പ്രസിഡന്റ് ശ്രീ P.K. ലംബോദരൻ നായർ IPS റിട്ടയർഡ്, സ്നേഹനിധിയായ ശ്രീ ബാലകൃഷ്ണൻ കല്ലറ ജനറൽ സെക്രട്ടറി, ശ്രീ പൂരപ്പൊലിമയുടെ തറവാട്ടുമുറ്റത്ത് ഗജകേസരിയായ പാതയിൽ നെല്ലിപ്പട്ടമണിഞ്ഞ ഒരു ശില്പം ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമ്മാനിക്കുകയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിമുദ്ര പതിച്ച മിന്നം താരങ്ങളെ ആദരിക്കുകയാണ്. പേര് വിളിക്കുന്നവർ ഒന്ന് വേദിയിലേക്ക് കയറി വരണം. ബഹുമാനപ്പെട്ട ഗവർണർ അത് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭങ്ങളായ വെള്ളി നക്ഷത്രങ്ങളായി മാറിയ ശരത് കുമാർ കെ, സൺ ഓഫ് കൃഷ്ണ കെ, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ശരത് കുമാർ കെ വിദ്യാഭ്യാസ അവാർഡാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. സമ്മാനിക്കുന്നതിന് വേണ്ടി ആരാധ്യനായ ഗവർണറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വേദിയിൽ എത്തിച്ചേരുക. ശരത് കുമാർ കെ, സൺ ഓഫ് കൃഷ്ണ കെ, കാസർഗോഡ്. നല്ലൊരു കൈയടിയോടുകൂടെ നമ്മുടെ മിന്നം താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കാം. അവർക്കുള്ള ആദരവ് ഇപ്പോൾ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ശരത് കുമാർ. ഫിദ ഫാത്തിമ എസ്, ഡോക്ടർ ഓഫ് സച്ചി, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഫിദ ഫാത്തിമ എസ്.
നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഭക്തജനകോടികൾ എത്തിച്ചേരുന്ന ശബരിമല അയ്യപ്പൻ വാഴുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫിദ ഫാത്തിമ എസ്. അജിൽ മോഹൻ സൺ ഓഫ് മോഹനൻ MU തൊടുപുഴ ഇടുക്കിയിൽ നിന്ന്. +2 ഫുൾ A+, ചന്ദനക്കാടുകളും കാടുമലയും കാട്ടാറുകളും പർവ്വത ശൃംഗങ്ങളും അടങ്ങിയ അത്ഭുത ഭൂമി ഇടുക്കി. വിപിൻ ദാസ് സൺ ഓഫ് ശിവദാസൻ KV CBSE +2 ഫുൾ A1. വിപിൻ ദാസ് സൺ ഓഫ് ശിവദാസൻ KV. ശ്രീലക്ഷ്മി എസ് ഡോക്ടർ ഓഫ് വത്സല SSLC ഫുൾ A+. ശ്രീലക്ഷ്മി എസ്. ശ്രീലക്ഷ്മി. വിപിൻ ദാസ്. സ്നേഹനദിയായ ആരോമൽ സൺ ഓഫ് കൃഷ്ണകുമാർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കൃഷ്ണകുമാർ. വീരകഥകളും വിപ്ലവീര്യവും നെഞ്ചേറ്റിയ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ആരോമൽ +2 ഫുൾ A+. ജോസ്ന ജോമോൻ. ജോസ്ന ജോമോൻ ഡോക്ടർ ഓഫ് ജോമോൻ SSLC ഫുൾ A+. എറണാകുളം റൂറലിൽ നിന്ന്. കായലും കടലും മെട്രോയും കേരളത്തിന്റെ വാണിജ്യ വ്യവസായ ഹബ്ബ് കൂടിയായ എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന്. ഗോപിക കൃഷ്ണൻ ഡോക്ടർ ഓഫ് സരിത. കൊല്ലം സിറ്റിയിൽ നിന്ന്. വിദേശത്തേക്ക് ഏറ്റവും അധികം കശുവണ്ടി കയറ്റുമതി അയക്കുന്ന കൊല്ലം കണ്ടാലില്ല വേണ്ട സൗന്ദര്യത്തിന്റെ നാടായ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് ഗോപിക കൃഷ്ണൻ SSLC ഫുൾ A+. ആദിത്യൻ VP സൺ ഓഫ് ബാബു VP SSLC ഫുൾ A+. എറണാകുളം കൊച്ചി സിറ്റിയിൽ നിന്ന്. അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചിയുടെ വിരിമാറിൽ നിന്ന്. കപ്പലുകൾ നങ്കൂരപ്പെടുന്ന കൊച്ചിയിൽ നിന്ന് ആദിത്യൻ VP. നന്ദന മോഹനൻ ഡോക്ടർ ഓഫ് മോഹനൻ തൃശൂർ. ശക്തനായ ശക്തൻ തമ്പുരാന്റെ തട്ടകമായ സാംസ്കാരിക തലസ്ഥാന നഗരി കൂടിയായ പൂരപ്പുലിയും പുലിക്കളിയുമുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് നന്ദന മോഹനൻ. അരുണിമ G ഡോക്ടർ ഓഫ് ദീപ ദാസ് SSLC ഫുൾ A+. കൊല്ലം റൂറലിൽ നിന്ന്. അടുത്തതായി അഭിലാഷ് ML. നല്ലൊരു കായിക താരമാണ്. സ്പോർട്സ് പരിശീലനയിൽ പരിക്ക് പറ്റി ആ വിദ്യാർത്ഥി ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ആ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനിൽകുമാർ സാർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നല്ലൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുകൂടിയുള്ള ആ സ്പോർട്സ് താരമാണ്. കാലിന് പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. അഭിലാഷ് ML. അദ്ദേഹത്തിനുള്ള പുരസ്കാരം ഏറെ സ്നേഹത്തോടെ അനിൽകുമാർ സാർ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയാണ്. നല്ലൊരു സ്നേഹത്തിലുള്ള കയ്യത്തോടുകൂടി അനന്തപത്മനാഭന്റെ മണ്ണായ അനന്തപുരിയുടെ വിരിമാറിൽ നിന്ന് അഭിലാഷ് ML സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നു. ശ്രീലക്ഷ്മി എസ് കോട്ടയത്തിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ആ സ്നേഹോപകാരം ഏറ്റുവാങ്ങുകയാണ്. വിപിൻ ദാസ് സൺ ഓഫ് ശിവദാസിന് വേണ്ടി പാലക്കാട് ജില്ലയുടെ ജില്ലാ ഭാരവാഹി അത് ഏറ്റുവാങ്ങുകയാണ്. വിപിൻ ദാസിന് വേണ്ടി പാലക്കാട് ജില്ലയിൽ നിന്ന് ജില്ലാ ഭാരവാഹി അത് ഏറ്റുവാങ്ങുകയാണ്. കരിമ്പനകൾ കാവൽ നിൽക്കുന്ന ടിപ്പുവിന്റെ കോട്ടകൾ കേരളത്തിന്റെ നെല്ലറിയായ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വിപിൻ ദാസിനുള്ള അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. Thank you, sir. Please invite ADC to Honorable Governor Special. There is one more happy news for Mrs. Chandni KC. I would request Sri Purushothaman and family to please wait on the stage. I'm very delighted to announce that Mrs. Chandni KC has also been appointed as Honorary Medical Advisor of Ayurveda to the Honorable Governor of West Bengal. I would request the parents to please also accept the appointment letter from His Excellency the Honorable Governor of West Bengal.
congratulations to all the awardees who have been presented with the awards today. Thank you. All of you, thank you. Kerala State Police Pensioners. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരികമായ നിമിഷമാണ്. വെസ്റ്റ് ബംഗാൾ ഗവർണറാണെങ്കിലും കേരളീയനായ, കേരളത്തിലെ പോലീസുകാരെ അറിയാവുന്ന, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കെ കരുണാകരൻ മിനിസ്റ്ററായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കേരളത്തിലെ മിക്ക പോലീസുകാരെ വന്ന് നമ്മുടെ പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന് ഈ വിധത്തിലുള്ള ഒരു പൊന്തൂവൽ ചാർത്തിയതിന് അദ്ദേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എങ്കിലും എല്ലാവരും എണീറ്റിൽ നിന്ന് അദ്ദേഹത്തെ കൈയടിച്ച് ആദരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഇനാഗുറൽ അഡ്രസ് നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ സി വി ആനന്ദ ബോസിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് എംബോധനായ സർവീസിലെ എൻ്റെ ഇളയ സഹോദരനായി കരുതുന്ന ശ്രീ ഋഷിരാജ് സിംഗ്, ശ്രീ ബാലകൃഷ്ണൻ കല്ലറ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആദ്യമായി ഒരു സന്തോഷകരമായ രഹസ്യം ഞാൻ പങ്കെടുക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ധാരാളം ഇതുപോലുള്ള യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, കൽക്കട്ടയിലും ഇന്ത്യയിലുമൊക്കെ. ഇത്രയും അച്ചടക്കമുള്ള, ഇത്രയും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. കാരണം അതാണ് കേരള പോലീസ്. റിട്ടയർ ചെയ്താൽ നമ്മൾ ജീവിതം തുടങ്ങുകയാണ് എന്ന ഋഷിരാജ് പറഞ്ഞത് ശരിയാണ്. നമ്മളാരും റിട്ടയർ ചെയ്യുന്നില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റീടയർ ചെയ്ത് വീണ്ടും നമ്മൾ ഓടിക്കുകയാണ്. നന്നായി ഓടാൻ അറിയാം. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്, ഞാനവിടെ ഈ ഗവർണർ എന്നുള്ള നിലയിൽ, ചാൻസലർ എന്നുള്ള നിലയിൽ 50 സർവകലാശാലകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, ചാൻസലർ എന്ന പദവി. അപ്പോൾ ഞാൻ ഓരോ സർവകലാശാലയിലും വയ്ക്കാനുള്ള വൈസ് ചാൻസലർമാരെ ആലോചിച്ചപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർമാരെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ പറ്റൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുവരെ വൈസ് ചാൻസലർമാരായിട്ട് ഇൻ്ററിം വൈസ് ചാൻസലേഴ്സ് യോഗ്യരായ ആരെയും നിയമിക്കാം. ഞാൻ കൊല്ലത്ത് കളക്ടറായിരുന്നപ്പോൾ എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഒരു വഹാബ് പിന്നെ IPS ഒക്കെ കിട്ടി, സൂപ്രണ്ട് ഓഫ് പോലീസൊക്കെ ആയി. എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രം വഹാബ് എന്ന സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെതാണ്. അന്ന് എൻ്റെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു വലിയ സർവകലാശാല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയൊക്കെ പോലെ ബംഗാളിലെ അലിയ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ. എൻ്റെ മനസ്സിൽ ആദ്യം എങ്ങനെ വന്ന് തെളിഞ്ഞ പേര് വഹാബിൻ്റെ. വഹാബ് ഇപ്പോൾ വൈസ് ചാൻസലറാണ് എന്ന് മാത്രമല്ല, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തുണയൊക്കെ കാട്ടിക്കൊണ്ട് വളരെ ഭംഗിയായി ആ യൂണിവേഴ്സിറ്റി ഭരിക്കുകയും ചെയ്തു. എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തക മമതാ ബാനർജി തന്നെ പറഞ്ഞു, IPSകാരെയാണോ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്? IPSകാർക്ക് വിദ്യാഭ്യാസമായിട്ടെന്താ, പോലീസുകാർക്ക് IPS അല്ല, പോലീസുകാർക്ക് വിദ്യാഭ്യാസമായിട്ടെന്താ ബന്ധമെന്നൊക്കെ പ്രസ്താവനയ്ക്കത്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു വൈസ് ചാൻസലേഴ്സായിട്ട് ഞാൻ വെച്ചത് ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, റിട്ടയർഡ് DGPമാരുണ്ടായിരുന്നു,
ഞാനാരും താരതമ്യം ചെയ്ത് പറയുകയല്ല. പക്ഷേ വഹബ് എന്ന കേരളത്തിലെ റിട്ടയർഡ് പോലീസ് ഓഫീസറെ ഏൽപ്പിച്ച വൈസ് ചാൻസലർ ജോലി ഭംഗിയായി അദ്ദേഹം ചെയ്യുന്നു എന്നെല്ലാവരും സമ്മതിക്കുന്നു. അപ്പോൾ അതാണ് ഈ കേരള കാർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗ്യത. ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവർ റിട്ടയർ ചെയ്തു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ. കൊച്ചി കാണാൻ വന്ന ഒരു പഞ്ചാബി സ്ത്രീ, അവരും ആ വിമാനത്തിലുണ്ട്. അവർ എക്കോണമി ക്ലാസ് ടിക്കറ്റ് എടുത്തിരുന്നു, പക്ഷേ അത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ്സിൽ കയറിയിരുന്നു. അത് എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ എയർലൈൻസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുകയില്ല. അവരൊക്കെ വന്ന് അവരോട് പറഞ്ഞു, മാഡം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എക്കോണമി ക്ലാസ്സിലാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ കൊച്ചിക്ക് പറഞ്ഞ വിമാനത്തെ ടിക്കറ്റ് എടുത്ത് എവിടെ ഇരുന്നു ഞാൻ തീരുമാനിച്ചു. പ്രശ്നമായി എല്ലാവരും ശ്രമിച്ച് നമുക്ക് ടിക്കറ്റ് സീറ്റ് മാറുന്നില്ല. അപ്പോൾ റിട്ടയർ ചെയ്തൊരു കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും അതിലുണ്ടായിരുന്നു. അവർ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. നോക്കാം, ഈ റിട്ടയർ ചെയ്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കേരളത്തിൽ നിന്നുള്ള ആൾ ഈ സ്ത്രീയുടെ ചെവിയിൽ എന്താ പറഞ്ഞു? സ്ത്രീ വളരെ അനുസരണയോടുകൂടി അവരുടെ ബാഗൊക്കെ എടുത്ത് നേരെ പോയി എക്കോണമി ക്ലാസ്സിൽ എടുത്തു. അപ്പോൾ എനിക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, സുജ എന്ന പേര് തൽക്കാലം കൊടുക്കുന്നതാണ്. സുജ എങ്ങനെ സുജ എന്താ അവരുടെ പറഞ്ഞത്? സാറേ, ഞാൻ അവരുടെ ചെവിയിൽ പറഞ്ഞത്, മാഡം ഈ സീറ്റ്, അതായത് ഈ സീറ്റ് പോകുന്നത് ഡൽഹിയിലേക്കാണ്, പുറകത്തെ സീറ്റാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഷേക്സ്പിയർ ഹാംലെറ്റിൽ പറയുന്ന പോലെ ഒരു നിർണായക നിമിഷം വരുമ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി, വേണമോ വേണ്ടിയോ എന്ന സംഖ്യയില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കേരള പോലീസിന് കഴിയും എന്നുള്ളൊരു നിദാനമായിരുന്നു. ഞാൻ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് അന്ന് ഒരു പേരുണ്ടായിരുന്നു, കരുണാകരൻ തന്നെ പറയുന്നത്, ബോസിൻ്റെ ജാതി പോലീസാണ്. കാരണം ഈ പോലീസുകാരെ ഇഷ്ടമാണ്. പോലീസുകാർ ആര് വന്നാലും ശ്രീ എംബാദിനൊക്കെ അറിയാം. ഏത് കാർഡിൽപ്പെട്ട സാധാരണ പോലീസുകാരൻ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ സമ്മതിക്കും. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. അവരുടെ പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായ താല്പര്യം എടുത്ത് അന്ന് പോലീസ് മന്ത്രിയോടെയായിരുന്നു ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അങ്ങനെ പല സാധാരണ പോലീസുകാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു മാധ്യമം, ഐ വാസ് എ ഗുഡ് വിൽ അംബാസിഡർ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്, പറയാനാഗ്രഹിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരുടെ പ്രത്യേക ഒരു മമത തോന്നാൻ കാരണമാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം ഒരു പോലീസുകാരനാവുക എന്നുള്ളതായിട്ട്. എന്നിട്ട് ഞാൻ തന്നെ ഒരു ലാത്തിയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ തൂണിലിട്ട് പ്രതിയാണെന്നുള്ള രീതിയിൽ 2 കൊടുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു അറസ്റ്റ് ചെയ്തു ചെറുപ്പകാലം. ആ അറസ്റ്റിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു. അത് കാരണത്ത് ഞാൻ പറയാം, ഷേക്സ്പിയർ പറയുന്ന പോലെ ദേർ ബൈ ഹാൻഡ് സെറ്റ്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുക. അപ്പോൾ ഞങ്ങളുടെ NSS കരയോഗത്തിൽ ഒരു രവിവാര പാഠശാലയുണ്ട്. ഞായറാഴ്ച ദിവസം അവിടെ പോകാം. ഒരു ഭാഗവത സാർ വരും, അദ്ദേഹം ചില ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കും, സംസ്കൃത കാവ്യങ്ങളൊക്കെ പഠിപ്പിക്കും, കീർത്തനം ചൊല്ലിക്കും. അന്ന് അവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു ഏകാംഗ നാടകം സംഘടിപ്പിക്കും. അപ്പോൾ നാടകം ഏതായാലും എനിക്കറിയാം, അതിൻ്റെ അകത്ത് ഹീറോ ഞാനായിരിക്കുമെങ്കിൽ നാടകം വിജയിക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമായിരുന്നു 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. പക്ഷേ എൻ്റെ നാട്ടുകാരെൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു ഈ നാടകം വിജയിക്കണമെന്ന് നീ എനിക്ക് ആ ചൈരത്തിന് കണ്ടുപോയത്. അതായിരുന്നു എൻ്റെ റെപ്യൂട്ടേഷൻ. അപ്പോൾ എന്നെ ഒഴിവാക്കി നാടകം തുടങ്ങി. നാടകം ഉത്താനപാത മഹാരാജാവ് സുരത സുരുചി ഏറ്റെടുക്കി തിരുത്തണം. ധ്രുവകുമാരൻ അച്ഛൻ്റെ മടിയിൽ കയറാൻ ശ്രമിക്കുന്നു, 2ാം ക്ലാസ് പഠിച്ച് വലിച്ചിറങ്ങുന്നു, വലിയ പ്രശ്നമാണ്. അതാണ് നാടകം. അപ്പോൾ ഈ നാടകത്തിൽ എൻ്റെ അയലത്തുള്ള രാജൻ ചേട്ടനാണ് ഉത്താനപാത മഹാരാജാവായിട്ട് ഇടുന്നത്. എൻ്റെ 2 സഹോദരന്മാരാണ് ഈ സുനിത സുരുചിയായിട്ടൊക്കെ ഈ അന്ന് ആണുങ്ങളെ വേഷം കിട്ടിച്ചാലും പെണ്ണുങ്ങളാണ്. എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഉണ്ട്, എൻ്റെ അയൽവക്കംകാരുണ്ട്, ഞാൻ മാത്രം അതിലില്ല. അതെനിക്ക് ഒട്ടും പിടിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ഇപ്പം ചില രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നതാണ്.
ഏത് പരിഹാരത്തിനും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ് കോട്ടമുളയ്ക്കുന്ന മണിയൻ ചേട്ടൻ. ഞാൻ മണിയൻ ചേട്ടൻ ചേട്ടാ എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. മണിയൻ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, ആനന്ദക്കുട്ടൻ, എന്നെ ആനന്ദക്കുട്ടാന്ന് വിളിക്കുന്നത്. അന്ന് എല്ലാ പേരിൻ്റെ ഉള്ളിൽ ഒരു കുട്ടൻ കുട്ടിയാണ്. ആനന്ദക്കുട്ടൻ നാടകത്തിൽ അഭിനയിച്ചാൽ അത് മതി, ഞാൻ ശരിയാക്കി. പക്ഷെ ഒന്നും ചെയ്തില്ല, നാടകം തുടങ്ങുകയില്ല. അപ്പം ഞാൻ മണിയൻ ചേട്ടനെ തോൽപ്പിടിച്ച് പറഞ്ഞു, ഞാൻ നാടകത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. അഭിനയിപ്പിക്കാൻ ആനന്ദക്കുട്ട. എന്നിട്ട് എന്നെ ഒരു കാക്കി നിക്കറും ഷർട്ടും ഒക്കെ അടിച്ചു. ഈ NCCയുടെ യൂണിഫോമത്തിലുള്ള ഒരു ബി ക്യാപ്പ് ഉണ്ടാക്കി, ഒരു ക്രോസ് ബെൽറ്റ്. അന്ന് ക്രോസ് ബെൽറ്റ് ഉണ്ട്, ഇന്ന് ക്രോസ് ബെൽറ്റ് ഇല്ല, ഉണ്ടോ? ക്രോസ് ബെൽറ്റ് ഉണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥലം പോലീസ് ഇൻസ്പെക്ടർ. ഓ ആനന്ദിലെത്തേക്ക് ഇനി എന്ത് വേണം? പോലീസ് പദവി കൈകിട്ടിയില്ല. ഞാൻ നേരെ എടുത്തങ്ങ് പ്രയോഗിച്ചു. നാടകം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സദസ്സിൻ്റെ ഇടയ്ക്കൂടേക്ക് വന്നു, മാർച്ച് ചെയ്തു. എന്നിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഉത്താനവത മഹാരാജൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എന്നെ അവിടെ ഇല്ല. ഉത്താനവത മഹാരാജ എന്ത് ചെയ്യണമെന്ന് പരിപ്രവചിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ബഹളമായി ആൾക്കാർ പോകാൻ തുടങ്ങി. ഒരാൾ വിസിലടിച്ചപ്പോൾ കട്ടൻ ഇടാൻ പറഞ്ഞു. കട്ടൻ ഒരു വശം അങ്ങോട്ടും ഒരു വശം ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അത് കിടക്കുന്നു. ഈ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ വെച്ച് കിട്ടിയ സാധനമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് ആകെ അലങ്കോലമായി ഞാൻ വീട്ടിലെത്തി. അത് എൻ്റെ ആദ്യത്തെ അറസ്റ്റ് അതാണ്. ഒരു മഹാരാജാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പോലീസ് ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ സ്പീഡ് ഒന്ന് കുറച്ചത്. അപ്പോൾ സാർ ഇറങ്ങണം, ഞാൻ കൈ പിടിച്ച് തരാം. പക്ഷെ ഒരു കാര്യം സാർ, പ്ലാറ്റ്ഫോമിൽ കാല് ചവിട്ടി ഉടനെ അല്ലെങ്കിൽ വീട് പോകും. സമ്മതിച്ചു. ഇദ്ദേഹം വന്നു, ട്രെയിൻ പതുക്കെ സ്ലോ ചെയ്തു, TT കൈ പിടിച്ചു. നമ്മുടെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ശ്രദ്ധിച്ച് തന്നെ അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കാല് കുത്തി അദ്ദേഹം ഓടുകയും ചെയ്തു. ട്രെയിൻ പുറകെ വീഴാതിരിക്കാൻ. അപ്പോഴാണ് മറ്റൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം താൽക്കാലികമായിട്ട് റെയിൽവേ ഗാർഡായിട്ട് അദ്ദേഹം ജോലി കിട്ടുക. അദ്ദേഹം കാണുമ്പോൾ തന്നെ മുൻപരിചയക്കാൻ ട്രെയിനിൽ കയറാൻ ഓടുകയാണ്. അദ്ദേഹം ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കുനിഞ്ഞ് നിന്ന് വലിഞ്ഞ് എങ്ങനെയൊക്കെ ഓടുന്ന ആളെ വീണ്ടും പിടിച്ച് ട്രെയിനിൻ്റെ അകത്തേക്ക്. ഞാൻ കണ്ടില്ലായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ റിട്ടയർ ചെയ്തവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ്, വീട്ടിൽ പ്രത്യേകിച്ച് ഒരു വലിയ സ്ഥാനമാണ്. കാരണം ഞാൻ ഈ ഓസ്ട്രേലിയ അന്ന് ഞാൻ അറ്റോമിക് എനർജി വകുപ്പിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് അറ്റോമിക് എനർജിയുടെ UN ഹെഡ്ക്വാർട്ടേഴ്സ് ഓസ്ട്രേലിയയിലാണ്, വിയന്നയിൽ. അവിടെ ചെന്നപ്പോൾ ഒരു കഥ കേട്ടു. വിയന്ന മുനിസിപ്പാലിറ്റി ഒരു തീരുമാനമെടുത്തു. ഒരു വൃദ്ധനായ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥൻ അയാളെ പിരിച്ചുവിടും. കാരണം അവിടെ 70 വയസ്സ് വന്നിട്ടുള്ളപ്പോഴാണ് പിരിച്ചുവിടുന്നത്, റിട്ടയർമെൻറ്റ്. ഇയാൾ 60 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അയാളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. കാരണം അതൊന്ന് ചെലവ് ചെയ്തു. അവർ കണ്ടത് ഈ വൃദ്ധം ചെയ്ത ജോലി അവിടുത്തെ തെളിനീർ തടാകത്തിൽ ഇല വന്ന് വീണാൽ ആ ഇല എടുത്ത് മാറ്റിക്കളയുക. മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരാളുടെ ആവശ്യമില്ല, ഒരു ജോലിയില്ല. തടാകത്തിൽ ഇല വന്ന് വീണാൽ എടുത്തു കളയാൻ ഒരു മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ അവരദ്ദേഹത്തെ പിരിച്ചുവിട്ടു. കുറേ നാൾ കഴിഞ്ഞു അവരുടെ ടൂറിസം വരുമാനത്തിൽ ഗണ്യമായ കുറവ്. കാരണം ഈ തെളിനീർ തടാകം കാണാനും അതിൻ്റെ ചുറ്റും ഇരുന്ന് പിക്നിക്ക് നടത്താനുമായിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നും ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് വരുമാനം കുറഞ്ഞു. ഈ വരുമാനം കുറഞ്ഞുള്ള കാര്യം കണ്ടുപിടിച്ചുള്ള എന്താണെന്നറിയാമോ? നേരത്തെ ഈ ശുദ്ധജല തടാകം ചീത്തയാകാതെ അതിലെ ഇലകളൊക്കെ പെറുക്കിക്കളയാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പം അയാളില്ല. അതുകൊണ്ട് ശുദ്ധജല തടാകം അവിടെ അഴുക്കായി. ഇപ്പം ശുദ്ധജലമല്ല, അതുകൊണ്ട് ആളുകൾ വരുന്നില്ല. അവർ വീണ്ടും ഈ ഉദ്യോഗസ്ഥൻ തിരികെ കൊണ്ടുവരും. ഇപ്പോൾ റിട്ടയർമെൻ്റ് അല്ല, റീടയറിംഗാണ്. ഒരിക്കലും റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് വിലയില്ല എന്ന് തോന്നരുത്. റിട്ടയർമെൻറ്റിന് ശേഷം വിലയില്ല എന്ന് കുത്തിയിരിക്കുന്ന ചിലപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവർണറാക്കിയ ചരിത്രം വരെ എനിക്കറിയാം. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് ഒരിക്കലും കരുതരുത്. എനിക്ക് അധികം ദീർഘമായി പറയണം എന്നുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. ഇനി കേരള കാഡർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാഷണൽ പോലീസ് കോൺക്ലേവ്, എല്ലാ സംസ്ഥാനത്തിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾമാരെല്ലാം ഉണ്ട്. 3 ദിവസം പരിശീലനമാണ് നാഷണൽ കോൺക്ലേവ്. അവർ ടെസ്റ്റ് ഇട്ടു. മധ്യപ്രദേശിലായി കോൺക്ലേവ് നടക്കുന്നത്. ചമ്പൽ കാടുകളിൽ പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു മിൽഖാ സിംഗിനെയോ മോട്ടു സിംഗിനെയോ ഭാഷാ ചരിത്ര പണ്ഡിതന്മാർ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബോയ്ക്കോട്ട് എന്ന സങ്കല്പം അതിനേക്കാളും മുമ്പ്
മാന്നാനത്ത് എൻ്റെ കാര്യത്തിൽ ബോസിക്കോട്ടായിട്ടാണ് വന്നത് എന്ന് ഞാൻ ആലോചിക്കും. അതാണ് എൻ്റെ ആദ്യത്തെ അറസ്റ്റിൻ്റെ പേരിൽ എനിക്ക് വലിയ ശിക്ഷയും. പിന്നെ എന്താണ് റിട്ടയർ ചെയ്തവർക്കുള്ള പ്രയോജനം? നമ്മളാരും റിട്ടയർ ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നത്. വയസ്സായ വൈസ്മാൻ ആകാണ്, വയസ്സാണ് അല്ല വയസ്സനാണ്. ഞാൻ കേട്ട ഒരു കഥയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിലമ്പൂരിൽ അറിയാം, നമ്മുടെ ആ മൈതാനത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആ മൈതാനത്ത് ഇപ്പോൾ അത് സെക്രട്ടറി നടക്കുന്ന സെൻട്രൽ മൈതാനത്ത് അവിടെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തത്, അവർ ഓടാൻ വരും. റൗണ്ട് ഇങ്ങനെ ചില 10 റൗണ്ട് ഓടും, ചില 15 റൗണ്ട് ഓടും. അപ്പോൾ ഒരിക്കൽ അവിടെ സ്ഥിരം ഓടിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് റിട്ടയർമെൻറ്റിന് ശേഷം മൈതാനത്തിൻ്റെ പകുതി ഓടിയിട്ട് ഒന്ന് അറച്ചു നിന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചോടാൻ. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ അതിന് സാറെന്താ മുഴുവൻ ഓടാത്തത്? എല്ലാ ദിവസവും മുഴുവൻ ഓടുമായിരുന്നല്ലോ. പ്രായമായല്ലേ, റിട്ടയർ ചെയ്തില്ലേ, ഇനിയിപ്പോൾ പകുതി ഓടിയാൽ മതി. അപ്പോൾ അവർ ചോദിച്ചു, സാറേ പകുതി ദൂരം വന്ന മൈതാനത്തിൻ്റെ ഇനി മുമ്പോട്ട് ഓടിയാലും പിമ്പോട്ട് ഓടിയാലും ഒരു ഡിസ്റ്റൻസ് ഇല്ലേ? അദ്ദേഹം മുമ്പോട്ട് ഓടി. അതാണ് വേണ്ടത്. ഒരിക്കലും പിമ്പോട്ട് ഓടാതിരിക്കുക, മുൻപോട്ട് തന്നെ ഓടുക. റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ചിലരൊക്കെ പറയും, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ, ഈ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. അങ്ങനെയല്ല, റിട്ടയർമെൻറ്റിന് ശേഷമാണ് നല്ലപോലെ വലിക്കുന്നത് കേട്ടോ, സംശയമൊന്നും വേണ്ട. ശ്രീ ശിവരാജ് സിംഗ് പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പിന്നെ ഈ കേരള പോലീസിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പോലീസ് സേന കേരളത്തിലാണ്. ഞാനിപ്പോൾ ബംഗാളിലാണ്, മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. വളരെ സമർത്ഥരായ, നിഷ്പക്ഷത എത്രത്തോളം പറ്റുമോ പോലീസിൽ, നിഷ്പക്ഷരായ സ്മാർട്ട് ഓഫീസേഴ്സാണ് കേരള പോലീസിലുള്ളത് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. എൻ്റെ നെഞ്ചിൽ തൊട്ട് ഞാൻ പറയാം. അതിനൊരു കാരണം ഈ പോലീസിൻ്റെ ചരിത്രം. നമുക്കറിയാം, പോലീസ് എന്നുള്ള പദം ലാറ്റിൻ ഭാഷയിലെ പൊലീസിയെ എന്നുണ്ടായത്. പക്ഷെ അവിടെ ഉണ്ടാകുന്നതിന് എത്ര നാളെ മുമ്പ് എന്തായിരുന്നു ഒരു പോലീസ് സേന എന്ന് നിർവചിക്കുകയും പോലീസ് സേനയുടെ വിവിധ ഹയറാർക്കി അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടാണ് വിഷ്ണുഗുപ്തൻ. മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പോലീസ് സംവിധാനം വളരെ നല്ലതായിരുന്നു. ഇപ്പോഴത്തെ പോലീസ് സംവിധാനം വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ടാക്കിയത്. ഈ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന രാജ്ഭവനിൽ നേരത്തെ ഇതിൻ്റെ ഒരു ഉദ്ഘാടനമാണെന്ന് കൂടി ഓർമ്മിക്കുകയാണ്. വാറൻ ഹേസ്റ്റിങ്സ് റിപ്പോർട്ട് അനുസരിച്ചാണ് പോലീസ് സേന ഇപ്പോഴത്തെ രീതിയിൽ കരുപ്പിടിക്കാൻ ശ്രമിച്ചത്. അന്ന് പോലീസിൻ്റെ തലപ്പത്ത് വയ്ക്കുന്ന ഐ പി എന്ന കാരണം ഈ ഐ പിയിലെ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ 10 പേരെയാണ് ഐ പി ഹെഡ് ചെയ്യാനിരുന്നത്. അപ്പോൾ ഒരു മഹത്തായ ചരിത്രമുണ്ട്. അത് അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ആധുനിക പോലീസിൻ്റെ ചരിത്രം. ഇന്നും ശ്രീ കെ കരുണാകരൻ്റെ സമയത്ത് ഞാൻ ഇരുന്നപ്പോൾ വളരെയധികം പോലീസ് കഥകൾ കേട്ടത് അങ്ങനെയാണ്. അദ്ദേഹം പോലീസ് ചെയ്യാവുന്നതൊക്കെ ചെയ്യും, അവരെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യും. എന്നിട്ടും ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശങ്കരക്കുട്ടി വിളിക്കും. ഞാൻ IAS വെച്ച് ശങ്കരക്കുട്ടി വിളിച്ചിട്ടുള്ള ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ശങ്കരക്കുട്ടി വിളിക്കുക. എനിക്ക് അതിൻ്റെ പോലീസിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളത് വലിയ കാര്യം. ഞാൻ ഇത്രയും വലിയൊരു സദസ്സിനെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ലംബോദരൻ ഞാൻ കുറച്ച് അധികം പ്രസംഗിച്ചാലും ക്ഷമിക്കും എന്നുള്ളത് ഞാൻ എനിക്ക് പ്രസംഗിച്ച് പോയതാണ്. ഞാൻ നിർത്താൻ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അപ്പോൾ നമ്മുടെ വഹാബ് എന്നെ കോൺവൊക്കേഷൻ, അത് വർഷങ്ങളായിട്ട് കോൺവൊക്കേഷൻ നടക്കുന്നില്ല, അടിപൊളിയുള്ള സ്ഥലമാണ്. പക്ഷെ വഹാബ് വന്ന് എങ്ങനെയൊക്കെ 2 കൂട്ടരെയൊക്കെ പറഞ്ഞത് കോൺവൊക്കേഷനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ തന്നെ കോൺവൊക്കേഷൻ ആണ് സാറിന്, ഗവർണറാണ്, ചാൻസലറാണ്. ഞാൻ പറഞ്ഞു വഹാബ് വിളിച്ചാൽ തീർച്ചയായിട്ടും വന്നിരിക്കും. അവിടെ ചെന്നിട്ട് ഞാൻ ഒരു പ്രസംഗം. അപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം കൈയടിക്കും. സാധാരണ കൂടുതൽ കൈയടിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കൈയടിക്കേണ്ട സമയത്ത് വഹാബ് ഇങ്ങനെ കൈ കാണിക്കും. അങ്ങനെ അതേ കണ്ടില്ല. ഞാൻ ധരിച്ചെൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ട ആൾക്കാർ കൈയടിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം ഞാൻ ഉത്തേജിതനായിട്ട് ഇവിടെയല്ലേ നോക്കിയിരിക്കുന്നത്. We need educational reform, we need industrial reform, we need agricultural reform. സദസ്സിലിരുന്ന വിദ്യാർത്ഥി പറഞ്ഞു, but you need some chloroform. അത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു. നമസ്കാരം.
Thank you, sir. പ്രൗഢഗംഭീരമായ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 6ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ഏറെ സമാധാനത്തിനായ ഡോക്ടർ സി ആനന്ദ് ബോസ് ഓണറബിൾ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ നല്ലൊരു കൈയിലൂടെ നമ്മുടെ പോലീസ് അസോസിയേഷൻ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ സർവാദരണീയനായ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ വി ആനന്ദ് ബോസ് അവരുടെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച MP അഡ്വക്കേറ്റ് ജെബി മേത്തർ, ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച നമ്മുടെയൊക്കെ ലംബോദരൻ നായർ അവരുടെ സർവോപരി ഈ ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ഈ ഹാളിന് പുറത്ത് ഇതിനകത്ത് സൗകര്യമില്ലാത്തവരുടെ പുറത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന കേരള സ്റ്റേറ്റ് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത, ഒരു പക്ഷേ നമ്മളുടെ പൈലോ അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലും റിട്ടയർ ചെയ്താണെങ്കിലും കേരളത്തിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഈ അവസരങ്ങളിൽ ആനന്ദത്തോട് കഴിയുന്നവരാണ്. ഈ വേദിയിലിരുന്നപ്പോൾ ബഹുമാനായ നമ്മുടെ പ്രസിഡന്റിന്റെ കണ്ണിൽ അറിയാമോ, ഇത് റിട്ടയർ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊത്തം കണ്ണീരിന്റെ പ്രതീകമാണ്. ബഹുമാനായ ഒരുപക്ഷെ ഞങ്ങളുടെ ബഹുമാനത്തോടെ ആശങ്കയോടെ കാത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ആനന്ദ് ബോസാണ്. അന്നാണ് ഫോട്ടോഗ്രാഫർ